ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10-14 ആൾക്കാർ ഫുഡ് പോയ്സണിങ്ങിൻ്റെ കേസുമായിട്ട് വന്നിരുന്നു. എന്ത് പ്രശ്നം എന്നറിയോ? അവരുടെ വയൽ നട്ടു വളർന്ന കൂണുകൾ വെച്ച് കറി ഉണ്ടാക്കിയപ്പം അത് കഴിച്ചപ്പോൾ ഉണ്ടായ ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് ആയിരുന്നു അവർക്ക്. അതേ ആഴ്ച തന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും 1-2 ഫാമിലികളിൽ നിന്ന് ഇതേ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷെ എല്ലാവർക്കും 1-2 ദിവസം മെഡിസിനൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ക്ലിയറായി എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണെങ്കിലും, അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ആ കൂണുകളൊക്കെ ഭക്ഷ്യയോഗ്യമാണ് എന്ന് അതിനെക്കുറിച്ച് അറിയുന്ന ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അന്ന് തന്നെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസമാണ് നമ്മളോട് സ്ഥിരമായിട്ട് എന്നോട് സംശയങ്ങൾ ചോദിക്കുന്ന ഇടുക്കി കർഷകൻ വീണ്ടും ഈ ഒരു ചോദ്യം ചോദിച്ചത്. ഏതൊക്കെ കൂണുകൾ? ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിൽ പോയപ്പം അവിടെ നല്ല മനോഹരമായിട്ടുള്ള കൂണുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരുന്നു. വാങ്ങിയാലോ എന്ന് വിചാരിച്ചിരുന്നു, പിന്നെ വാങ്ങിയില്ല കേട്ടോ. എന്നെ അടുത്ത ദിവസം എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങും. തീർച്ചയായിട്ടും കൂണുകൾ 2 തരമുണ്ട്. ഭക്ഷ്യയോഗ്യമായ കൂണുകളുമുണ്ട്, ഭക്ഷിക്കാൻ പാടില്ലാത്തതുമുണ്ട്. ഭക്ഷിക്കാൻ പാടില്ലാത്തതെന്ന് പറയുമ്പോൾ അത് വിഷം നിറഞ്ഞതാണ്. പലപ്പോഴും ഇത് വേർതിരിച്ചറിയാൻ പലർക്കും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തീർച്ചയായും അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അല്ലേ? ഒരുപാട് നോട്ട്സൊക്കെ ഞാൻ വേണ്ടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചർച്ച ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഇനിയും കാര്യങ്ങൾ പലർക്കും പറയാനുണ്ടാവും. അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞറിയിക്കുകയാണെങ്കിൽ അത് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോ ഈ വിഷയത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, ഭക്ഷ്യയോഗ്യമായ കൂണുകൾക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും ബെനിഫിറ്റ്സ് ഉണ്ട്. എന്നാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ടോക്സിക് ആയിട്ടുള്ള കൂണുകൾക്ക് അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളുമുണ്ട്. ഫാലോടോക്സിനുകൾ, അമാറ്റോടോക്സിനുകൾ എന്നൊക്കെ പറയുന്ന വിഷങ്ങൾ ഇതൊന്ന് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവറൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ അങ്ങോട്ട് ഫെയിലിയറിലേക്ക് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറച്ച് മുമ്പ് ഏതോ ഒരു സംസ്ഥാനത്ത് അതുപോലെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 5-6 ആൾക്കാരൊക്കെ മരണപ്പെട്ടൊരു സാഹചര്യമൊക്കെ നമ്മൾ കേട്ടതാണ്. അമാനിറ്റ പാന്തറീന, അൻമനിറ്റ മാസ്കരീന തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കൂണുകൾ വളരെ അപകടകാരികളാണ്. അതൊന്നും ഒരിക്കലും കഴിക്കാൻ പാടില്ല. ഇതെങ്ങനെ വേർതിരിച്ചറിയാമെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഈ അപകടകാരികളായിട്ടുള്ള ഈ അമാനിറ്റ കൂണുകൾ എങ്ങനെ തിരിച്ചറിയാമെന്നറിയോ? അതിൻ്റെ ഡ്രൈ ആയിട്ടുള്ള ക്യാപ്പുകൾ, പിന്നെ വൈറ്റ് ഗിൽസ് അടിയിലുണ്ടാവും. വേറെയും ടോക്സിക് ആയിട്ടുള്ള കുറച്ചുകൂടി മഷ്റൂമുകൾക്ക് ഇത് കാണാറുണ്ട്. പേര് ഞാൻ പറഞ്ഞുതരാം. ഗലറീന, ജാക്കോലാൻഡം, ഷേഗി പരസോൾസ്, മോറൽ മഷ്റൂംസ്, അതിനൊക്കെ ഇതിൻ്റെ ഒരു ഷേപ്പുണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിയാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇത് പോയിസണസ് ആണ്. തീർച്ചയായും ഇവയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫീൽഡ് ബുക്കുകൾ, പിന്നെ ഇന്നിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, എല്ലാത്തിനും വാട്സപ്പ് കൂട്ടായ്മകളുണ്ടല്ലോ. മഷ്റൂം കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടായ്മകളുണ്ട്. അവരുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ഇതിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇതല്ല എന്നുള്ളത് ഉറപ്പാക്കിയിട്ട് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ നോ, ഉപയോഗിക്കേണ്ട. ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂണിൻ്റെ നിറം നോക്കുക. മിക്ക അമാനിത മഷ്റൂമുകളും ഏത് കളറിലായിരിക്കും? ഒന്നുകിൽ റെഡ്, അല്ലെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ യെല്ലോ, അല്ലെങ്കിൽ ചാര നിറത്തിലുള്ളത് ഗ്രേ. ചിലത് വെള്ള നിറത്തിലും കാണാറുണ്ട്. ഇപ്പോൾ ഇത് ഒടിഞ്ഞോ അല്ലെങ്കിൽ ചതഞ്ഞോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അവിടെ കൂടുതൽ റെഡിഷ് ആയിട്ടാണ് കാണിക്കുക. വെറും കളറ് മാത്രം നോക്കിയാൽ പോട്ടെ, അതിൻ്റെ ഷേപ്പ് ഒന്ന് പരിശോധിക്കണം. പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡിസോർഡേഡ് ആയിട്ടുള്ള സ്കെയിലുകൾ, അരിമ്പാറകളെ പോലുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളതും ഒന്ന് പരിശോധിക്കണം. നമുക്കിടയിലുള്ള ചില തെറ്റിദ്ധാരണകളുണ്ട്. തൊലിയുടെ, ഇപ്പോൾ ഈ കൂണിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ എടുത്തു കളയാൻ പറ്റുന്ന, അടർത്തി മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് ഉപദ്രവം ഉണ്ടാവാത്തതാണ് എന്നുള്ളൊരു വിശ്വാസമായിരുന്നു ഈ ഫുഡ് പോയ്സണിങ് വളർന്ന ആ വീട്ടിലെ അംഗങ്ങൾക്കുണ്ടായിരുന്നത്. അതൊരിക്കലും ശരിയല്ല. കാരണം എന്താ പറയുക, ഇപ്പോൾ മേഘാലയയിൽ എത്രയോ ആൾക്കാർ മരണത്തിന് കാരണമായ ആ ഒരു കൂണ് അതിങ്ങനെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു കൂണായിരുന്നു. ഡെത്ത് ക്യാപ്പ് മഷ്റൂം എന്ന് പറയുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു മഷ്റൂമായിരുന്നു അവരന്ന് കഴിച്ചത്. ഇപ്പോൾ വിറകിൽ നിന്ന് എടുക്കുന്ന കൂണാണെങ്കിൽ അത് കഴിക്കാം എന്ന് വിശ്വസിച്ചാലും അവിടെയും നമ്മൾ തെറ്റി. ഫ്യൂണറൽ ബെൽ മഷ്റൂം എന്നൊക്കെ പറയപ്പെടുന്ന വളരെ അപകടകരമായ മഷ്റൂം വളരുന്നത് നമ്മുടെ വിറകിലൊക്കെയാണ്. അപ്പോൾ അതും 100% വിശ്വസിച്ചുകൊണ്ട് അങ്ങോട്ട് കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ മറ്റ് മൃഗങ്ങളൊക്കെ കഴിക്കുന്ന കൂണുകൾ നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പൂർണ്ണമായും ശരിയല്ല. കാരണം മൃഗങ്ങളുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് പലതും ദഹിപ്പിക്കാൻ പറ്റും.
പക്ഷെ നമുക്കതിന് സാധ്യമായിക്കൊള്ളണമെന്നില്ല ചില ഫംഗസുകളൊക്കെ ദഹിപ്പിക്കുന്ന കാര്യത്തിൽ. അതുകൊണ്ട് അതും ഒരു സേഫ് പ്രോട്ടോക്കോളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ വീട്ടുമുറ്റത്തും അവിടെയൊക്കെ ഒരുപാട് കൂണുകൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ അതൊക്കെ എടുത്തൊന്ന് കഴിച്ച് നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇതിൽ വിഷമുള്ളതാണോ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നറിയോ? ഒന്ന് കൂണിൻ്റെ നിറം നോക്കുക. ചുവന്ന കളറിലുള്ള ക്യാപ്പുകളും ചുവന്ന തണ്ടുകളും ഒക്കെ ആണെങ്കിൽ അത് ചിലപ്പം വിഷമുള്ള കൂണുകളാവാൻ സാധ്യതയുണ്ട്. എല്ലാ ചുവപ്പും വിഷപ്പുള്ളതല്ലെങ്കിലും നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് വലിയൊരു എക്സ്പെരിമെൻ്റൊക്കെ നടത്തേണ്ട കാര്യമില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ട് അല്ലേ? അവളിപ്പോൾ ഷോപ്പിലൊക്കെ ഇന്ന് ഞാൻ പോയപ്പോൾ ഷോപ്പിൽ അവിടെ കണ്ടു, അത് തികച്ചും പോയിസണസ് അല്ലാത്ത ഒരു തരം കൂണുകളാണ് അവിടെ വെക്കുന്നത്. മനസ്സിലായില്ല? അത് നമുക്ക് കാരണം അവർ ടെസ്റ്റ് ചെയ്തിട്ട് ബോധിപ്പിച്ചിട്ട് പാക്കിലാക്കി വരുന്നതാണ്. അത് ചിലപ്പോൾ നമുക്ക് വാങ്ങാൻ പറ്റി എന്ന് വരാം. പക്ഷെ നമ്മൾ സ്വയം സെലക്ട് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കും. ഈ കൂണിൻ്റെ തണ്ടിൽ വെളുത്ത ഒരു മോതിരം പോലത്തെ ഒരു റൗണ്ട് കാണുകയാണെങ്കിൽ, ഒരു വളയം കാണുകയാണെങ്കിൽ അത് ചിലപ്പം വിഷകരമാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ റൗണ്ട് ബേസിൽ സഞ്ചി പോലെ നിൽക്കുന്നൊരു സംഭവം കാണുകയാണെങ്കിലും അതും എന്താവാൻ സാധ്യതയുണ്ട്, വിഷമുള്ളതാണ്. എന്നാൽ എല്ലാം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഈ ഒരു കൂണിൻ്റെ ആ ഒരു കുട പോലത്തെ ഭാഗത്ത് ഒരുപാട് ഇങ്ങനെ ചുളിവുകളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ക്രമരഹിതമായി നിൽക്കുന്നതൊക്കെ ആണെങ്കിൽ അതും വിഷമുള്ള കൂണുകളാവാനാണ് സാധ്യത. ഇനി ഈ കൂണ് വിഷമുള്ളതാണോ വിഷമില്ലാത്തത് തിരിച്ചറിയാനുള്ള മറ്റൊരു ചൊക്കിടി വിദ്യ പറഞ്ഞുതരാം. കുറച്ച് മഞ്ഞൾ കലർത്തിയ വെള്ളം എടുത്തിട്ട് അതിൽ ഈ കൂണ് മിക്സ് ചെയ്ത് വെക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നീല നിറമാവുകയാണെങ്കിൽ അതിനർത്ഥം അത് വിഷമുള്ള കൂണാണ് എന്നാണ്. എന്നാൽ ഇത് നിറവ്യത്യാസമൊന്നും വരുന്നില്ലെങ്കിൽ അത് വിഷമില്ലാത്തതാണ് എന്നാണ്. ഇതും എത്രമാത്രം റിലയബിളാണ് എന്നെനിക്കറിയില്ല കേട്ടോ. ഞാൻ ഇതിനു വേണ്ടി റെഫർ ചെയ്തപ്പം വനിതാ വാരികയിൽ കണ്ട ഒരു ആർട്ടിക്കിളിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾ മഷ്റൂം തിരഞ്ഞെടുക്കുമ്പം ഈ വൈറ്റ് ഗിൽസ് ഇല്ലാത്ത മഷ്റൂം തിരഞ്ഞെടുക്കുക. ഈ ഒരു തണ്ടിന് ചുറ്റും റിങ് ഇല്ലാത്തതും തൊപ്പിയിൽ ചെതുമ്പുകളില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കൂണുകളായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ സാധാരണ ഈ കൂണ് തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യണമെന്നറിയാം, കൂണെല്ലാം കൂടി എടുത്തിട്ട് അതിൽ നിന്ന് രണ്ടും വേർതിരിച്ചെടുക്കാൻ നമുക്ക് സാധ്യമാണ്. 2 കൊട്ട എടുത്തിട്ട് അതിൽ പാത്രം എടുത്തിട്ട് ഇത് വിഷമുള്ളതാണോ വിഷമില്ലാത്തതാണോ എന്ന് വേർതിരിച്ചെടുക്കുക. അതുമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടല്ലേ ഗ്രൂപ്പ് ബന്ധപ്പെട്ടിട്ട് ഇത് എഡിബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ നാട്ടിലും ഏറ്റവും കൂടുതൽ കാണുന്ന ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കൂണുകൾ ഏതൊക്കെയാണ് എന്ന് കൂടി പറയാം കേട്ടോ. ഇന്ന് ഞാൻ ഷോപ്പ് കണ്ടത് വൈറ്റ് ബട്ടൺ കൂണുകളാണ്. അത് ഏറ്റവും കൂടുതൽ കാണുന്നൊരു കൂണാണ്. വളരെ മൃദുലമായൊരു കൂണാണ്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ഉള്ള നല്ല കാണാനൊക്കെ നല്ല സുന്ദരമായിട്ടുള്ള ഒരു കൂണാണത്. മറ്റെല്ലാ കൂണുകൾക്കും കാണുന്ന ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതിന് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഇതിലൊന്ന് കലോറി വളരെ കുറവാണ്, പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറിൻ്റെയും മറ്റ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവും വളരെ കുറവാണ്, എന്നാൽ പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊതുവെ കൂണുകളെ പച്ചക്കറിക്കാരുടെ ഇറച്ചി എന്നാണ് വിശേഷിപ്പിക്കാറ് പോലും. ഒരു കൂണ് വളരുന്നത് തന്നെ സൂര്യപ്രകാശം തട്ടിക്കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കൂണിൽ വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ വെജിറ്റേറിയൻസ് അഭിമുഖീകരിക്കുന്നൊരു വലിയ പ്രശ്നമാണ് വൈറ്റമിൻ B12 അഭാവം എന്നുള്ളത്. ഈ വൈറ്റമിൻ B12 ധാരാളം ഇത്തരം കൂണുകളിൽ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്രദമാണ്. ഇപ്പം ഇറച്ചിയൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ മാംസാഹാരം കഴിക്കാൻ പറ്റാത്തവർക്ക് അവർക്ക് വൈറ്റമിൻ B12 സപ്ലൈ ചെയ്യുന്ന ഒരു വലിയൊരു ഉറവിടമാണ് ഇതുപോലുള്ള കൂണുകൾ. ഇതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഗുണം കൂടിയുണ്ട് കേട്ടോ. പിന്നെ നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് പ്രോബയോട്ടിക്സ്. ഈ പ്രോബയോട്ടിക്സ് നല്ലൊരു പ്രോബയോട്ടിക് കൂടിയാണ് ഇത്തരം കൂണുകൾ. അതുപോലെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മറ്റൊരു കൂൺ വിഭാഗം ഏതാണെന്ന് അറിയാം, പോർട്ടോബെല്ലോ മഷ്റൂംസ് ആണ്. യൂറോപ്പിലൊക്കെ കൂടുതൽ കാണുന്നതാണ്. ഇതിലും ഒരുപാട് കാൽസ്യം, വൈറ്റമിൻ D3 ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിൽ സെലീനിയം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B6 പിന്നെ കോപ്പർ ഇതിൻ്റെ ഒക്കെ ഒരു സോഴ്സാണ് കേട്ടോ ഈ ഒരു മഷ്റൂം. അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കുറച്ച് മഷ്റൂംസിൻ്റെ കൂടി പേര് ഞാൻ പറഞ്ഞു കേട്ടോ. ഒന്ന് ഷീറ്റേക്ക് മഷ്റൂംസ്, ഓക്കെ. പിന്നെ ഓയിസ്റ്റർ മഷ്റൂംസ്. ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലുതായിട്ടുള്ള എഡിബിൾ മഷ്റൂമാണ്. ഇത് കാട്ടിൽ എന്തെങ്കിലും ഈ നശിച്ചു കൊണ്ടിരിക്കുന്ന മരത്തിലൊക്കെ വളരുന്നൊരു തരം കൂണാണ്. പക്ഷേ ഇന്ന് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിലും ഇതിന്ന് നമ്മുടെ നാട്ടിലൊക്കെ ലഭ്യമാണ്. ഓയിസ്റ്ററിനുമായിട്ട് രൂപസാദൃശ്യമുള്ളത് കൊണ്ടാട്ടോ ഇതിൻ്റെ ആ പേര് വന്നത്. ഷിമോജി മഷ്റൂംസ്, ഇനോക്കി മഷ്റൂംസ്,
പോസിനി മഷ്റൂംസ്, പാഡി സ്ട്രോ മഷ്റൂംസ്, ഇതിങ്ങനെയൊക്കെ പേരുള്ള ഒരുപാട് മഷ്റൂംസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഷോപ്പുകളിലൊക്കെ പോയാൽ കാണാൻ പറ്റും. ഇതൊക്കെ ഭക്ഷ്യയോഗ്യമാണ്. കാരണം അതിനൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. എല്ലാ ഗുണങ്ങളും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ വെറുതെ നീട്ടി വലിക്കുന്നില്ല. മഷ്റൂമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചെറിയ വീഡിയോ തികയില്ല. ഇനി എത്രയോ പറയാനുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു അവസരം കിട്ടുകയാണെങ്കിൽ, ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ സംശയം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഞാൻ ഇങ്ങോട്ട് പങ്കുവെക്കുന്നതാണ്. ഓക്കെ.